വെച്ച് സംസാരിക്കുന്ന പോലെ ഉണ്ടല്ലോ. ശ്രുതി തന്റെ കൂടെ വാ, അങ്കിൾ വിളിക്കും. തന്റെ ഫോൺ സ്വിച്ച് ഓഫ് എന്ന് പറയുന്നു. ഓ, ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി, ചാർജ് ഇല്ലാതാ. എങ്കിൽ ഏട്ടന്റെ കൂടെ ചെല്ല്, എന്നിട്ട് ഫോൺ ചാർജ് ചെയ്തോ. ഞാൻ പരിശോധിച്ച് കഴിഞ്ഞിട്ട് മരുന്നൊക്കെ ആയിട്ട് ഇവിടെ അങ്ങോട്ട് വിട്ടേക്കാം. ഈശ്വര, എന്നെ ഈ തടവറയിൽ ഒറ്റക്കിട്ടുള്ള കടുവയുടെ സൈക്കോളജിക്കൽ മൂവ് നിരൂപേട്ട സമ്മതിക്കില്ലേ? എന്നെ ഇവിടെ ഇട്ടിട്ട് പോവല്ലേ? ആടെ ഓക്കെ. സ്മൃതി വാ. വേണ്ട, ഞാനിവിടെ ഇരുന്നോളാം. ഓഹോ, വരാൻ പറഞ്ഞാ വന്നാ മതി. ഇങ്ങോട്ട് വരി. ഓ, എന്ത് രസമാ ചേച്ചിയും ചേട്ടനെ ഇങ്ങനെ ഒരുമിച്ച് കാണാൻ. ആ വാ, ആ കട്ടിലോട്ട് ഇടണോ? ഒന്ന് വിശദമായി പരിശോധിക്കണം. ഈശ്വര, തീർന്നു, ഞാൻ തീർന്നു. വാ വാ, പേഷ്യൻസ് കാത്തു നിൽക്കുക. നിന്നെ നോക്കിയിട്ട് വേണം അടുത്ത ആളെ വിളിക്കാൻ. സിസ്റ്റർ, ഇന്ന് ഡെലിവറിക്ക് വന്നിട്ടുള്ള ലേഡീസിന്റെ ലിസ്റ്റ് എടുത്തോണ്ടോ? ഓക്കെ ഡോക്ടർ. എന്തിനാ വാതിൽ അടയ്ക്കുന്നേ? തോർക്ക് തോർക്ക്. ആ, തുറക്കാം, അതിന് സമയമുണ്ട്. നിങ്ങളിത് എന്തീ കാണിക്കുന്നത്? മര്യാദയ്ക്ക് വാതിൽ തീർക്കുന്നുണ്ടോ? ആ, തുറക്കാം മാക്കറി കുഞ്ഞെ. നമ്മൾ ആമ്പിള്ളേർ ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെയാ? ആമ്പിള്ളേരോ? ആ, പെണ്ണിന്റെ രൂപവും ആണിന്റെ സ്വഭാവം അല്ലേ നിനക്ക്? ഓ, എന്താ ഇയാൾക്ക് വേണ്ടത്? എന്താ ഇയാളുടെ ഉദ്ദേശം? ആ, ദുരുദ്ദേശം എന്തേ? അതിന് താനെന്തിന് ഇങ്ങനെ അടുത്തോട്ട് വരുന്നത്? അടുത്ത് വരരുത്, വന്നാ ഞാൻ ഒച്ച വെക്കും. ഒന്നും ചെയ്യില്ല, മര്യാദയ്ക്ക് അവിടെ കേറിയിരിക്കെ ആ കട്ടില്. ഞാനൊന്ന് നോക്കട്ടെ എവിടെയാ വേദനയെന്ന്. എന്നെ ഇയാള് നോക്കട്ടെ, ഞാൻ വേറെ ഡോക്ടറെ കാണിച്ചോളാം. വെരി സോറി, നിന്നെ ഞാൻ മാത്രമേ നോക്കൂ. ഇരിക്കട്ടെ അവിടെ. ഇവിടെയാണോ വേദന? അല്ല, ഇവിടെയാണോ? അപ്പൊ മാഡത്തിന്റെ വയറുവേദന ഒന്നുമില്ല. പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അത് പിന്നെ സത്യം പറഞ്ഞില്ലെങ്കിലും മയക്ക് വെടി കുത്തി ഞാൻ ഇവിടെ ഉറക്കി കിടത്തുന്നില്ല. വേണോ? അയ്യോ വേണ്ട, ഞാൻ പറയാം. ഇന്ന് കൂട്ടുകാരി വന്നില്ല ക്ലാസ്സിൽ. പിന്നെ ക്ലാസ് ആണെങ്കിൽ കട്ട ഷോക്കും. അപ്പം അവിടെ നിന്ന് ചാടാൻ വേണ്ടിയിട്ട് ഒരു നമ്പർ ആയിരുന്നു. ചേച്ചി അച്ഛൻ കൂടി എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു ഞാൻ ഒട്ടും വിചാരിച്ചില്ല. ബെസ്റ്റ്, പഠിക്കാൻ വിട്ടാലേ പഠിക്കാൻ പോകണം. അല്ലാണ്ട് ഇനി പണി കാണിക്കുന്നു. ഇനി ചെയ്യില്ല, ഇനി ചെയ്യില്ല. സോറി സോറി സോറി. അത് വരെ നീ ഇനി ചെയ്യും. അല്ല, ഇത് ഞാൻ എടുത്തിട്ട് പറയണം. അയ്യോ വേണ്ട പ്ലീസ്. വീട്ടിൽ ചില അമ്മയെ വായിക്കുന്നത് നല്ലതുപോലെ കിട്ടും. ഇതുപോലെ പണിഷ്മെന്റ് തരാതെ ഇവിടെ ശരിയാവില്ലല്ലോ. സാരില്ല, ഞാൻ വീട്ടിൽ പറഞ്ഞോളാം. അയ്യോ അയ്യോ പറയില്ലേ പ്ലീസ് പ്ലീസ് പ്ലീസ്. ഞാൻ എന്ത് വേണേലും ചെയ്യാം. കാല് പിടിക്കാൻ പറയില്ലേ? ഓഹോ, എന്ത് വേണേലും ചെയ്യോ? ചെയ്യാം. എങ്ങനെ വിളിക്കും? എന്നെ നിരഞ്ജനേട്ടാന്ന് വിളിക്കും. അത് മര്യാദയ്ക്ക് വിളിക്കുന്നോ അതോ ഞാൻ പോയി പറയണോ? അയ്യോ വേണ്ട, ഞാൻ വിളിക്കാം. വിളി. അതിന് തന്റെ ഇങ്ങനെ അടുത്തോട്ട് വരുന്നേ. വിളിക്കും. നിരഞ്ജനേട്ടാ.